ഇതുപോലെ നമ്മളൊരു ചില്ലുള്ള കുപ്പിയിൽ അടച്ചു വെച്ച് പുറത്തിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും ചെയ്യും. ഇതിന് നമ്മൾ ഒന്നുകൂടി വെയിലത്തൊന്ന് വെച്ചെടുക്കണം. ഒരു ചെറിയൊരു ചൂടും കൂടിയും കൊള്ളണം. നമ്മൾ ഉപ്പിട്ട് തിരുമ്പിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് കുറേ കാലം ഇരിക്കും. വാളൻപുളി, കോൽപ്പുളി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പുളിയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് വർഷങ്ങളോളം അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നോക്കാം. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനുള്ള ടിപ്സ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ പുളി കറുപ്പൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ആദ്യമേ തന്നെ നമ്മൾ പുളി പൊട്ടിച്ച് കഴിഞ്ഞ് ഒന്ന് വെയിലത്തിട്ടിട്ട് 2 ദിവസം ഒന്ന് തോടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഉണക്കണം. പിന്നെ പുളിയുടെ തൊണ്ട് എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ അടർന്നു വരും. ഇതല്ലാതെ ഇതിങ്ങനെ നമുക്ക് അടർത്തി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പുളിയുടെ ഞാരുണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റണം. ഇതുപോലെ പുളിയുടെ മാറ്റി ഇങ്ങനെ ഇതുപോലെ എല്ലാ പുളിയും നമുക്ക് ഇങ്ങനെ തോട് പൊട്ടിച്ച് ഇതുപോലെ വെക്കാം. അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ പുളി ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സാമ്പാറിനും അത് രസത്തിനൊക്കെ നമ്മൾ പുളി ഉപയോഗിക്കില്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന പുളിയാകുമ്പോൾ അതിൽ കറുത്ത പുളിയൊക്കെ ആവും. ഇതിപ്പോൾ നമ്മൾ വീട്ടിലാവുമ്പോൾ നല്ല ശുദ്ധമായിട്ട് തന്നെ നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ പുളി ഉണ്ടാവുന്ന സമയത്ത് കുറേ ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയം പുളി കൊഴിഞ്ഞു വീഴുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുളി എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുളി നരമ്പും കൂടി കളഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ കുറേ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പുളിങ്കുരു കുത്തി കളയണം. അങ്ങനെ മുനയുള്ള കത്തി എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഇതുപോലെ ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പുളിങ്കുരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുഴുക്കളൊക്കെ വരും. അപ്പോൾ കുരു നമ്മൾ ഇതുപോലെ മാറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ്. എന്നാലും നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് കുറേ കാലം അങ്ങനെ ഈ പുളി നാശമാവാണ്ട് കറുപ്പൊന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പം നമ്മൾ പുളി ഇതുപോലെ കൂർത്ത മുനയുള്ള കത്തി എടുത്ത് ശ്രദ്ധിച്ച് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കുരു കിട്ടും. അപ്പോൾ നമ്മൾ പുളിയിലെ കുരുവൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പുളി കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം പുളി കറക്കാണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മളൊരു ഇഡ്ഡലി പാത്രം വെച്ച് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒരു തള വരുമ്പോൾ നമുക്ക് ഈ പാത്രം വെക്കാം, അതായത് നമ്മുടെ തട്ട്. ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് ഈ പുളി ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇടാം. ഡയറക്റ്റായിട്ട് വെയിലത്തിടാണ്ട് ഇതുപോലെ ചെയ്താൽ മതി. പുളി കറക്കൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് നല്ല മയത്തിലിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞമ്മിക്കുഴയിൽ ഇങ്ങനെ ചതച്ചെടുക്കുമല്ലോ ഒന്ന് സോഫ്റ്റ് ആവാൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ അങ്ങനെ ആവിയിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി. നമ്മുടെ പുളി നല്ല ഫ്രഷാവും, എപ്പോഴും സോഫ്റ്റായിരിക്കും ചെയ്യും. ആവി വരുന്നുണ്ട്, നമ്മൾ 5 മിനിറ്റ് നമുക്കിതുപോലെ അടച്ച് ഇരിക്കട്ടെ. അപ്പം നമ്മൾ 5 മിനിറ്റോളം ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ആവി വരണം, ആവിയിൽ ഇങ്ങനെ ഒന്ന് വെന്ത് വരണം, അതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കാലാകാലത്തോളം അങ്ങനെ സോഫ്റ്റായിട്ട് നിൽക്കും. ഇത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ പുളി പെട്ടെന്ന് അങ്ങോട്ട് കറുത്ത് പോവുകയും ചെയ്യും, അതുപോലെ ഭയങ്കര ഹാർഡാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ പിന്നെ കുറച്ച് കല്ലുപ്പ്, ഒരു സ്പൂണോളം കല്ലുപ്പ്, ഇത് കുറച്ച് പുളിയുള്ള കാരണമാണ് ഇത്ര കുറച്ച് ചേർത്ത്. അതിന് ശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ യോജിപ്പിച്ച് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് ഉരുട്ടിയാൽ മതി. എന്നിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അത്രയും ആവശ്യമുള്ള നമ്മുടെ പുളി റെഡിയായി. നല്ല ഫ്രഷായ പുളി കിട്ടും, അതുപോലെ തന്നെ ഒരു കറുപ്പും കൂടാണ്ടിരിക്കും ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ചില്ലുള്ള കുപ്പിയിൽ എടുത്തു വെച്ചാൽ മതി.